സൗദി അറേബ്യയുമായി അമേരിക്കയുടെ വമ്പൻ കരാർ. മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി സൗദി അറേബ്യയ്ക്ക് അത്യാധുനിക പാട്രിയറ്റ് മിസൈലുകൾ കൈമാറാൻ അമേരിക്കൻ അനുമതി. ഏകദേശം $900 കോടി, അതായത് ഏകദേശം 75,000 കോടി രൂപ വിലമതിക്കുന്ന വമ്പൻ കരാറിനാണ് US വിദേശകാര്യ മന്ത്രാലയം പച്ചക്കൊടി കാട്ടിയത്. സൗദി അറേബ്യയുടെ പ്രതിരോധ സംവിധാനത്തെ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പാക്കേജാണിത്. 730 PAC 3 MSC അത്യാധുനിക മിസൈലുകളാണ് നൽകുന്നത്. നിലവിലുള്ള പാട്രിയറ്റ് ലോഞ്ചറുകളിൽ പുതിയ മിസൈലുകൾ ഉപയോഗിക്കാൻ ആവശ്യമായ മോഡിഫിക്കേഷൻ കിറ്റുകൾ, ഓട്ടോമേറ്റഡ് ലോജിസ്റ്റിക്സ് സിസ്റ്റം, അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ മാനേജ്മെന്റ് എന്നിവയിലും പിന്തുണ നൽകും. പരിശീലനവും അറ്റകുറ്റപ്പണിയും കരാറിലുണ്ട്. ടെസ്റ്റിംഗിനായുള്ള ടെലിമെട്രി ഉപകരണങ്ങൾ, സ്പെയർ പാർട്സുകൾ, സാങ്കേതിക സഹായം എന്നിവ നൽകും. ലോകത്തെ പ്രമുഖ പ്രതിരോധ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിനാണ് ഈ ബൃഹത് കരാറിന് നേതൃത്വം നൽകുന്നത്. ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി ഇതു സംബന്ധിച്ച ഔദ്യോഗിക വിവരം US കോൺഗ്രസിനെ അറിയിച്ചു. ഈ വിൽപ്പന മിഡിൽ ഈസ്റ്റിലെ സൈനിക സന്തുലിതാവസ്ഥയെ അസ്ഥിരപ്പെടുത്തില്ലെന്ന് പെന്റഗൺ വ്യക്തമാക്കി. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മിസൈൽ, ഡ്രോൺ ഭീഷണികളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സൗദിയെ പ്രാപ്തമാക്കും. അമേരിക്കയുടെ സ്വന്തം പ്രതിരോധ സന്നദ്ധതയെ ബാധിക്കാത്ത രീതിയിലാണ് ഈ കൈമാറ്റം ക്രമീകരിച്ചിരിക്കുന്നത്. സൗദി അമേരിക്ക പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ സൂചനയായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇസ്രായേലിന് $6.67 ബില്യൺ ആയുധ വിൽപ്പനയ്ക്ക് ട്രംപ് ഭരണകൂടം അംഗീകാരം നൽകി. വർദ്ധിച്ചുവരുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കും ട്രംപിന്റെ ഗാസ വെടിനിർത്തൽ ശ്രമങ്ങൾക്കുമിടയിലാണ് ഈ കരാറുകൾ. ഇറാനെതിരായ സാധ്യതയുള്ള US സൈനിക നടപടികളുമായും പലസ്തീൻ പ്രദേശത്ത് സമാധാന സംരംഭങ്ങൾ തുടരുന്നതിനുമായും ഈ സമയം ഒത്തുചേരുന്നു. ഇസ്രായേലിന്റെ പാക്കേജ് 4 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ ഭാഗത്ത് $3.8 ബില്യൺ വിലമതിക്കുന്ന നൂതന ആയുധ സംവിധാനങ്ങളുള്ള 30 അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടുന്നു. രണ്ടാമത്തെ വലിയ ഘടകത്തിൽ $1.98 ബില്യൺ വിലമതിക്കുന്ന 3250 ലൈറ്റ് ടാക്ടിക്കൽ വാഹനങ്ങൾ ഉൾപ്പെടുന്നു. ഇത് സൈനിക ഗതാഗതത്തിനും ലോജിസ്റ്റിക്സിനും വേണ്ടിയുള്ളതാണ്. ഇസ്രായേലിന്റെ അധിക വാങ്ങലുകളിൽ കവചിത പേഴ്സണൽ കാരിയർ പവർ പാക്കുകളായി $740 മില്യൺ, ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾക്കായി $150 മില്യൺ ഉൾപ്പെടുന്നു. പ്രാദേശിക സൈനിക സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്താതെ അതിർത്തികളും അടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കാൻ ഇസ്രായേലിനെ സഹായിക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിശ്വസിക്കുന്നു. ഭരണകൂടത്തിന്റെ സമീപനത്തെ ഡെമോക്രാറ്റിക് പ്രതിനിധി ഗ്രിഗറി മിക്സ് വിമർശിച്ചു. ട്രംപ് ഭരണകൂടം ദീർഘകാലമായി നിലനിൽക്കുന്ന കോൺഗ്രസിന്റെ പ്രത്യാവകാശങ്ങളെ നഗ്നമായി അവഗണിച്ചു. അതേസമയം ഗാസയിലെ അടുത്ത നടപടികളെക്കുറിച്ചും വിശാലമായ US ഇസ്രായേൽ നയത്തെക്കുറിച്ചും നിർണായകമായ ചോദ്യങ്ങളിൽ കോൺഗ്രസുമായി ഇടപഴകാൻ വിസമ്മതിച്ചു. മാത്രമല്ല, ഗാസയിലെ അടുത്ത നടപടികളെക്കുറിച്ചും വിശാലമായ US ഇസ്രായേൽ നയത്തെക്കുറിച്ചുമുള്ള നിർണായക ചോദ്യങ്ങൾ കോൺഗ്രസുമായി ഇടപഴകാൻ വിസമ്മതിക്കുന്നതിനൊപ്പം ട്രംപ് ഭരണകൂടം ദീർഘകാലമായി കോൺഗ്രസിന്റെ പ്രത്യാവകാശങ്ങളെ അവഗണിക്കുകയുമെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. ഈ കരാറുകൾ പ്രകാരം 2008 മുതൽ ഇസ്രായേൽ സേവനത്തിനുള്ള കവചിത പേഴ്സണൽ കാരിയറുകളുടെ പവർ പാക്കുകൾക്കായി $740 മില്യൺ കൂടി ചിലവഴിക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ശേഷിക്കുന്ന $180 മില്യൺ ഇതിനകം തന്നെ കൈവശമുള്ള സമാനമായ ഉപകരണങ്ങൾക്ക് പൂരകമാകുന്നതിനായി ചെറുതെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾക്കായി ചിലവഴിക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. ഇസ്രായേലിനെ കുറിച്ചുള്ള വ്യത്യസ്തമായ എന്നാൽ ഏതാണ്ട് സമാനമായ പ്രസ്താവനകളിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. പുതിയ വിൽപ്പനകളൊന്നും മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ ബാധിക്കില്ലെന്നും ഇവയെല്ലാം ഇസ്രായേലിന്റെ അതിർത്തികൾ, സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ എന്നിവയെ പ്രതിരോധിക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുന്നതിലൂടെ നിലവിലുള്ള ഭാവിയിലുള്ളതുമായ ഭീഷണികളെ നേരിടാനുള്ള ഇസ്രായേലിന്റെ കഴിവ് വർദ്ധിപ്പിക്കും. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ്. ശക്തവും സജ്ജവുമായ സ്വയം പ്രതിരോധശേഷി വികസിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഇസ്രായേലിനെ സഹായിക്കേണ്ടത് അമേരിക്കൻ ദേശീയ താൽപര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണെന്നും പ്രസ്താവനകളിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.